ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ഡി അപ്ഡേറ്റ്സ്. അങ്ങനെ കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. ഇത്തവണ അപ്ഡേറ്റ് അല്ല, നമ്മുടെ ചാനലിൽ ഇനി തൊട്ട് അപ്ഡേറ്റ് മാത്രമായിരിക്കില്ല, ഒരു പുതിയ കണ്ടൻറ്റും കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഓൾറെഡി അത് കമ്മ്യൂണിറ്റിയിൽ അറിയിച്ചിരുന്നു, എല്ലാവരും ജസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ കണ്ടൻറ് എന്ന് പറയുന്നത് ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്, അതിൽ മിക്കതും ഫ്ലോപ്പും ആവാറുണ്ട്, ഹിറ്റും ആവാറുണ്ട്. നമ്മൾ ഈ ഫ്ലോപ്പായ സിനിമകളുടെ എല്ലാം ഫ്ലോപ്പ് ആകുന്നതിനുള്ള റീസൺ എന്താണെന്നും അതുപോലെ തന്നെ ആ ഫ്ലോപ്പായ സിനിമകളുടെ സ്റ്റോറി ഞാൻ എൻ്റെ രീതിയിൽ റീക്രിയേറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കും. ഇതാണ് നമ്മുടെ പുതിയ കണ്ടൻറ്റ്. എല്ലാവരുടെ ഭാഗത്തു നിന്നും അടിപൊളി സപ്പോർട്ട് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ പുതിയ കണ്ടൻറ്റിൻ്റെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ദളപതി വിജയ് നായകനായി കഴിഞ്ഞ വർഷം 2024 സെപ്റ്റംബർ 5 റിലീസ് ചെയ്ത ദ ഗോട്ട് അഥവാ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഈ സിനിമയാണ് നമ്മൾ ഫസ്റ്റായിട്ട് എടുക്കുന്നത്. ഗോട്ട് എന്ന സിനിമ ഒരിക്കലും നമുക്ക് ഫ്ലോപ്പ് ആണെന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ ഒരു സിനിമ വേൾഡ് വൈഡ് ആയിട്ട് 450 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തതാണ്. എന്നാൽ കേരളത്തിലും തെലുങ്കിലും ഗോട്ട് എന്ന് പറയുന്ന ഈ ഒരു സിനിമ അട്ടർ ഫ്ലോപ്പാണ്. ബാക്കി എല്ലായിടത്തും പടം ബ്ലോക്ക് ബസ്റ്ററാണ്. എന്തുകൊണ്ടാണ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ഈ ഒരു സിനിമ നമ്മളെ മലയാളി ഓഡിയൻസിനും അതുപോലെ തന്നെ തെലുങ്ക് ഓഡിയൻസിനും ദഹിക്കാണ്ടിരുന്നത്? ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. വെങ്കട് പ്രഭു എന്ന ഡയറക്ടറുടെ കയ്യിൽ നിന്ന് നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത് അതിൻ്റെ എല്ലാം വിപരീതമായിട്ടാണ് ഗോട്ട് എന്ന സിനിമ സംഭവിച്ചത്. പടത്തിന് പ്രത്യേകിച്ച് ഹൈപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ റിലീസിന് അടുക്കും തോറും വിജയ് സിനിമകളുടെ പ്രത്യേകതയാണ് പടത്തിന് പെട്ടെന്ന് ഹൈപ്പ് കയറും. അതുപോലെ തന്നെയായിരുന്നു ഗോട്ടിൻ്റെ അവസ്ഥ. സിനിമയുടെ ട്രെയിലറൊക്കെ വന്ന ടൈമിൽ അത്യാവശ്യം പ്രോമിസിങ് തന്നെയായിരുന്നു. അത് വിചാരിച്ചാണ് ഫസ്റ്റ് ഡേ ഷോയ്ക്ക് നമ്മൾ പോയതും. എന്നാൽ എല്ലാവർക്കും നല്ല പോലെ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു ഗോട്ട് എന്ന് പറയുന്ന സിനിമ. നമുക്കെന്തായാലും ഗോട്ട് സിനിമയുടെ പോസിറ്റീവ്സിൽ നിന്ന് തുടങ്ങാം. സിനിമയുടെ മെയിൻ പോസിറ്റീവ് അത് നമ്മുടെ സ്വന്തം ദളപതി വിജയ് തന്നെയാണ്. ദളപതി വിജയ് ഇല്ലാത്ത ഈ ഒരു സിനിമ നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റൂല. ഗാന്ധി എന്ന ക്യാരക്ടറും ജീവൻ എന്ന ക്യാരക്ടറുമാണ് പടത്തിനെ ടോട്ടലി ഷോൾഡറിലേറ്റി കൊണ്ടുപോയത്. രണ്ടാമത്തത് ജീവൻ എന്ന ക്യാരക്ടർ, ഡി ഏജിങ് വിജയ്. ആ ഒരു ക്യാരക്ടറാണ് ഗോട്ട് എന്ന സിനിമേനെ വേറൊരു റേഞ്ചിലേക്ക് മാറ്റിയത്. ആ ഒരു ക്യാരക്ടർ ഇല്ലായിരുന്നെങ്കിൽ തീർന്നേനെ. ജീവൻ്റെ ആറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ സ്വാഗ്, സ്ക്രീൻ പ്രസൻസ്, ഡയലോഗ് ഡെലിവറി ടോട്ടലി കിടുവായിരുന്നു. അതുപോലെ തന്നെ ജീവൻ്റെ പീക്ക് ലെവൽ വില്ലനിസും നമ്മൾ ഗോട്ടിൽ കണ്ടു. പക്ക ഒരു സൈക്കോ വില്ലൻ. മീനാക്ഷി ചൗധരീനെ കൊല്ലുന്ന സീനായിക്കോട്ടെ, അതുപോലെ തന്നെ അജ്മലിനെ കൊല്ലുന്ന സീൻ, ഈ ഒരു സീനിലൊക്കെ നമ്മുടെ ജീവൻ അഴിഞ്ഞാടുകയായിരുന്നു. ആ ലെവൽ പീക്ക് വില്ലനിസ് ആയിരുന്നു ജീവൻ ആ സീനിലൊക്കെ കാണിച്ചിരുന്നത്. ദളപതി വിജയുടെ കരിയറിൽ തന്നെ ഇതുവരെ കാണാത്തൊരു വില്ലൻ ക്യാരക്ടറായിരുന്നു വെങ്കട് പ്രഭു നമുക്ക് വേണ്ടി തന്നത്. 3 ഇൻ്റർവെൽ ബ്ലോക്ക് പ്രെഡിക്റ്റബിൾ ആയിരുന്നെങ്കിലും സംഭവം കിടുവായിരുന്നു. ഇവൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ട്രെയിലിൽ ആ ഒരു ഫൈറ്റും സംഭവം കിടുക്കി. 4 ടൈറ്റിൽ കാർഡ്, ദളപതി വിജയ് എന്ന് എഴുതി കാണിക്കുന്ന ആ ഒരു ടൈറ്റിൽ കാർഡ് ലിയോയ്ക്ക് ശേഷം ഏറ്റവും ബെസ്റ്റ് ടൈറ്റിൽ കാർഡായിരുന്നു ഗോട്ടിൽ കണ്ടത്. 5 പാസ്റ്റിലെ ഗാന്ധിയുടെ പെർഫോമൻസ്, മകൻ മരിച്ചെന്നറിയുമ്പോൾ അവിടെ വെച്ചിട്ടുള്ള ആ ഒരു പെർഫോമൻസും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ സീക്വൻസും അതൊക്കെ ദളപതിയുടെ കരിയറിൽ തന്നെ ബെസ്റ്റ് പെർഫോമൻസുകളിൽ ഒന്ന് തന്നെയായിരുന്നു. 6 സിനിമയിലെ VFX അത്യാവശ്യം നല്ല രീതിയിൽ വന്നിരുന്നു. അതുപോലെ തന്നെ ബാങ്കോക്കിൽ വെച്ചിട്ടുള്ള കാർ ചേസിങ്ങും. 7 ഗാന്ധി ജീവന് തമ്മിൽ കണ്ടുമുട്ടുന്ന ഫസ്റ്റ് സീൻ, അതായത് അച്ഛനും മകനും തമ്മിലുള്ള ആ ഒരു മീറ്റപ്പ് സീൻ. അത് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി ബൈക്കിൽ പോകുന്നൊരു ചേസിങ് സീനും അതും പോസിറ്റീവ്സിൽ പെടുത്താവുന്നതാണ്. 8 സിനിമയിൽ വന്നു പോകുന്ന ചെറിയ ചെറിയ ട്വിസ്റ്റുകൾ, അതായത് പ്രഭുദേവ വില്ലനാണെന്ന് റിവീൽ ചെയ്യുന്ന ആ ഒരു ട്വിസ്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ട്വിസ്റ്റ് ആയതുകൊണ്ട് നല്ല രീതിയിൽ കണക്റ്റായി. സോ ഇത്രയൊക്കെ പോസിറ്റീവ് സൈഡായിട്ട് എനിക്ക് ഗോട്ടിൽ നിന്ന് തോന്നിയിട്ടുള്ളൂ. ഇനി ഗോട്ടിൻ്റെ നെഗറ്റീവ് സൈഡ് നോക്കാം. പടം മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയത് ഇവിടെ നിന്നാണ്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഗോട്ടിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. പണ്ട് തൊട്ടേയുള്ള ലോക്കൽ പഴഞ്ചൻ ക്രിഞ്ച് സ്ക്രിപ്റ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗോട്ടിൻ്റെത്. എന്നാൽ ക്രിഞ്ച് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, സ്ക്രിപ്റ്റൊക്കെ ക്ലീശയാണേലും അത് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതി ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഗോട്ട് നല്ലൊരു സിനിമയായി മാറിയേനെ. ഗോട്ട് എന്ന് പറയുന്ന സിനിമ ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിമാണ്, ഫാദറും സണ്ണും തമ്മിലുള്ളത്. മകനായിട്ടുള്ള വിജയ്, അതായത് ജീവൻ എന്ന ക്യാരക്ടർ എന്തിനാണ് ഗാന്ധിയുടെ അടുത്ത് റിവെഞ്ച് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ലോജിക്കുമില്ല.
10 പൈസയ്ക്ക് ലോജിക്കില്ലാത്ത ജീവൻ്റെ ഒരു തൂറ്റ ഫ്ലാഷ് ബാക്കാണ് വെങ്കട് പ്രഭു ഗോട്ടിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. അതൊക്കെയാണ് പടത്തിൻ്റെ മെയിൻ നെഗറ്റീവ്. അതുപോലെ ഒരു കോമഡി പീസ് വില്ലനായിട്ടുള്ള മൈക്ക് മോഹൻ, പുള്ളിക്ക് വയ്യ. സെക്കൻഡ് ഹാഫ് മൊത്തം പാൻ ഇന്ത്യൻ സ്പൂഫായിരുന്നു. ഫുള്ള് സ്പൂഫുകളെയും കൊണ്ടാണ് സെക്കൻഡ് ഹാഫ് വെങ്കട് പ്രഭു വെറുപ്പിച്ച് കയ്യിൽ തന്നത്. 10 പൈസയ്ക്കില്ലാത്ത സോങ്സ് എവിടെയൊക്കെ പ്ലേസ് ചെയ്യണമെന്ന് പോലും അറിയില്ല. മെയിനായിട്ട് സ്പാർക്ക് സോങ് എന്തിനാ കൊണ്ടുവന്നതെന്ന് പോലും ഒരു പിടുത്തമില്ല. ആ ലെവല് അവരാതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഏജ്ഡ് ആയിട്ടുള്ള ഗാന്ധി എന്ന ക്യാരക്ടർ ഭയങ്കര വീക്കായിട്ടുള്ള ക്യാരക്ടറാണ്. അതൊക്കെ പടത്തിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജീവൻ്റെ ഏറ്റവും യങ്ങസ്റ്റ് ലുക്ക് കാണിക്കുന്ന ഒരു സീനുണ്ട്. അതിൽ VFX ഒക്കെ മൊത്തത്തിൽ കയ്യിൽ പോയി. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. വേണമെങ്കിൽ നമ്മളെ മാത്യു തോമസിനെ കൊണ്ടുവന്നിട്ട് ആ ഒരു ചെറുപ്പകാലം അഭിനയിപ്പിക്കായിരുന്നു. അതായിരുന്നു ഇതിലും ബെറ്റർ. പിന്നെ അനാവശ്യമായിട്ടുള്ള ക്യാരക്ടേഴ്സ്, മീനാക്ഷി ചൗധരി, ലൈല, വെങ്കട് പ്രഭുവിൻ്റെ അനിയനായിട്ടുള്ള പ്രേംജി അമരൻ, അങ്ങനെ ഒരുപാടുണ്ട്. യോഗി ബാബുവിനെയൊക്കെ എന്തിനാ കൊണ്ടുവന്നതെന്ന് പോലും അറിയില്ല. അങ്ങനെ ഒരുപാട് അനാവശ്യ ക്യാരക്ടേഴ്സിനെ വെറുതെ കൊണ്ടുവന്നിട്ടുണ്ട്. സിനിമയെ മെയിനായിട്ട് ബാധിച്ചത് ക്ലൈമാക്സ് ആണ്. ഗാന്ധി ബൈക്കും എടുത്ത് സ്റ്റേഡിയത്തിൻ്റെ ടോപ്പിൽ കൂടെ പോയി പറന്നു പോകുന്നൊരു സീനൊക്കെ ഉണ്ട്. ഇതൊക്കെ പണ്ട് കാലത്ത് വിട്ടതാ, അതൊക്കെ ഇപ്പോഴും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പണ്ടത്തെ നസീറിൻ്റെ സിനിമകൾ തൊട്ടിട്ടുള്ള ക്ലീഷേ സാധനം, റിമോട്ട് വെച്ച് ഞെക്കിക്കഴിഞ്ഞാൽ ബോംബ് പൊട്ടുന്ന ആ ഒരു സംഭവമൊക്കെ, അതൊക്കെയാണ് ഗോട്ടിൻ്റെ ക്ലൈമാക്സിൽ കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ പാനിൻ്റെ സ്പൂഫ് എന്ന് പറയുന്നത് ചുമ്മാതെയാണോ? ആ സ്പൂഫ് സംഭവങ്ങളൊക്കെയാണ് വെങ്കട് പ്രഭു ഗോട്ടിൽ ചെയ്തു വച്ചേക്കുന്നത്. ക്ലൈമാക്സിൽ എങ്ങനെ ഗാന്ധി ജീവനെ കൊല്ലുന്നു, പടം കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോൾ അവിടെയാണ് ട്വിസ്റ്റ് ട്വിസ്റ്റ് ട്വിസ്റ്റ്, വലിയ ട്വിസ്റ്റ്. ഇതുവരെ നമ്മൾ കണ്ടത് ഒരു കൊമേഴ്ഷ്യൽ സിനിമയല്ല, അതൊരു സയൻസ് ഫിക്ഷൻ സിനിമയാണെന്നുള്ള ഒരു ട്രാക്ക് മാറ്റം, ക്ലോണിംഗ് പരിപാടി. അതായത് മരിച്ചത് ശരിക്കുമുള്ള ജീവനല്ല, ശരിക്കുമുള്ള ജീവൻ ജീവിച്ചിരിപ്പുണ്ട്. മരിച്ചത് ജീവൻ്റെ ക്ലോണാണ്. എല്ലാത്തിലും പിന്നിൽ മെയിനായിട്ടുള്ള ജീവനാണ്. അവൻ്റെ DNA ഉപയോഗിച്ച് ക്ലോണുകളെ ഉണ്ടാക്കി ഗാന്ധിക്കെതിരെ വിടുകയാണ്. അതാണ് മെയിൻ ട്വിസ്റ്റ്. എന്നിട്ട് അവസാനം ഒരു സെക്കൻഡ് പാർട്ട് ലീഡും, ദ OG, ദ ഒറിജിനൽ ഗ്യാങ്സ്റ്റർ വേഴ്സസ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം പാർട്ട് 2 ലോഡി. സത്യം പറഞ്ഞാൽ ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഒരു മനുഷ്യന് ദഹിച്ചിട്ടില്ല. എനിക്കൊന്നും തീരെ കണക്റ്റായില്ല സത്യമായിട്ടും. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഗോട്ടിൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടമായി. എന്നാൽ സെക്കൻഡ് ഹാഫ്, അതാ ഞാൻ പറഞ്ഞത്, സെക്കൻഡ് ഹാഫ് അവിയലാണ്. ക്ലൈമാക്സിൽ അങ്ങനെ ഒരു കൂറ പോസ്റ്റ് ക്രെഡിറ്റ് സീനും കൂടി വെച്ചപ്പോൾ ശുഭം. അല്ലെങ്കിൽ വെങ്കട് പ്രഭു എന്ത് ചെയ്യണമായിരുന്നു? സെക്കൻഡ് ഹാഫിൽ ക്ലോണിംഗ് പ്രോസസ്സ് കൊണ്ടുവരണമായിരുന്നു. സെക്കൻഡ് ഹാഫ് തൊട്ട് ക്ലോണിംഗ് പരിപാടി പിടിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ പടം ക്ലിക്കായേനെ. ഇതൊരുമാതിരി ക്ലീശേ സാധനം പിടിച്ച് ക്ലൈമാക്സിൽ അങ്ങ് ട്രാക്ക് മാറ്റം നടത്തി കഴിഞ്ഞാൽ ആരൊക്കെ കണക്റ്റ് ആവുക? കുറച്ചൊക്കെ ലോജിക്ക് വേണ്ടേ? സോ ഇതൊക്കെ കൊണ്ടാണ് ഗോട്ട് എന്ന് പറയുന്ന സിനിമയ്ക്ക് ടോട്ടലി നെഗറ്റീവ് റിവ്യൂസ് കേരളത്തിലും തെലുങ്ക് നാട്ടിലും വന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും നോക്കണ്ട, അവിടെയൊക്കെ ഫുള്ള് പോസിറ്റീവായിരുന്നു. മെയിനായിട്ട് തമിഴ്നാട്ടിൽ അവർക്ക് ഇതൊക്കെ മതി. ഇനി നാളെ എൻ്റെ രീതിയിൽ ഞാൻ ഗോട്ടിൻ്റെ സ്റ്റോറി റീക്രിയേറ്റ് ചെയ്ത് വീഡിയോ ഇടുന്നതായിരിക്കും. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ചാനൽ എല്ലാവരും സബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. സീ യു ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ഗൈസ്.